അപ്പോൾ നമ്മൾ കുറേ ആയി ഒരു വിളവെടുപ്പ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വിളവെടുപ്പ് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നിർത്തിയിരുന്നാൽ ഇത് കേടായി പോവും. നല്ല പരുവമായി. അപ്പോൾ വലിയ പാവയ്ക്ക തന്നെയാണ് കിട്ടിയത്. നമ്മുടെ ജൈവവളത്തിൽ മാത്രം കോഴിവളമാണ് കേട്ടോ ഇത്തവണത്തെ മെയിനായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ 1-2 കേടായി കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് ഈ ഇലയുടെ ഇടയിലായിപ്പോയി. അതുകൊണ്ടാണ് കേടായിപ്പോയത്. അപ്പം നമ്മുടെ മഞ്ഞളും കായവും ഉള്ള മിശ്രിതം അതിന് എത്തിയിട്ടില്ല. പിന്നെ കുറച്ച് വഴുതന ഉണ്ടായിരുന്നു, കത്തിരിക്ക ഉണ്ടായിരുന്നു, അതുപോലെ നമ്മളെ സാമ്പാർ മുളക് ഒരുപാടുണ്ട്. അപ്പം കുറച്ച് മാത്രമേ പരുവായിട്ടുള്ളൂ. അപ്പം നമ്മുടെ സാമ്പാർ മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വാഴക്കൂട്ടങ്ങളാണ്. എൻ്റെ മോള് മേലോട്ട് വെച്ച് വീഡിയോ എടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കിട്ടി. പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ നമ്മൾ പറയില്ലേ ഈ ഒരു പാവയ്ക്കയെന്ന് വെച്ചാൽ നമ്മളെ കുട്ടത്തി പാവയ്ക്കയെന്ന് പറയും ഇവിടെയൊക്കെ. അപ്പോൾ ഈ ഒരു പാവയ്ക്ക ചെറിയ സൈസാണ്, പക്ഷെ നല്ല ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ ഒരു വാഴക്കൂമ്പ് പിടിച്ചു. അപ്പോൾ ഈ സീസണിൽ ഏത്തവാഴയിൽ ഒരു കൂമ്പും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിത്തിന് വേണ്ടി കുറച്ച് വഴുതന നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഴുത്തു തുടങ്ങി. അപ്പോൾ അതൊക്കെ പറിച്ചു. അപ്പോൾ നമുക്ക് 2-3 ദിവസത്തേക്ക് കറി വയ്ക്കാനുള്ളതൊക്കെ ആയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.